കുട്ടീസിന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പണിമുടക്കായതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ. അപ്പൊ രാവിലെ തന്നെ എഴുന്നേക്കാൻ വൈകി ഉറക്കക്ഷീണൊക്കെ മാറാനായിട്ട് ഞാനും ബാറുമോളും ആദ്യം തന്നെ കുളിച്ചിട്ടാണ് വന്നത് കേട്ടോ. അങ്ങനെ രാവിലെ തന്നെ നമ്മൾ അടുക്കളയിൽ കയറുകയാണ് ഗൈസ്. ഇനി തലേ ദിവസത്തെ കുറച്ച് പാത്രം കഴുകാണ്ടായിരുന്നു, ഞാൻ കഴുകിണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ അതൊക്കെ എടുത്ത് കഴുകി അടുക്കളയൊക്കെ തുടച്ച് ഇനി നമ്മൾ കുക്കിംഗ് ആരംഭിക്കുകയാണ്. തലേ ദിവസം ഇത്തിരി വൈകിയതുകൊണ്ടാണ് കേട്ടോ പാത്രം കഴുകാൻ വിട്ടുപോയത്. സിങ്കിൽ ഞാൻ പാത്രം ഇട്ട് വെക്കാറില്ല, അവിടെ ഇരിക്കുന്നുണ്ടായിരുന്ന പാത്രങ്ങളാണ്. ഇന്ന് രാവിലെ പുട്ടുണ്ടാക്കാന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പൊ തലേദിവസം നമ്മൾ പുട്ടുപൊടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുട്ടുപൊടിയൊക്കെ എടുത്ത് നമുക്ക് പുട്ടുണ്ടാക്കണം. പുട്ടുണ്ടാക്കിയാൽ പഴം പാറുപോൾക്ക് നിർബന്ധമാണ് കേട്ടോ. പുട്ടിലേക്ക് ഞാൻ മുതിരി ഉണ്ടായിരുന്നു തലേ ദിവസത്തെ, അപ്പൊ അത് കളയണ്ടല്ലോ, അത് ഞാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് അതാത് സ്ഥലത്ത് വെക്കുകയാണ്. ഇനി നമുക്ക് പുട്ടുപൊടി നനച്ചു വെക്കാം. അപ്പൊ നമ്മുടെ എന്താ പറയാ, ഇപ്പോഴൊക്കെ ഇൻസ്റ്റന്റ് പുട്ടുപൊടിയാണല്ലോ, അതുകൊണ്ട് അത് തന്നെയാണ് ഞാനും എടുത്തത് കേട്ടോ. ഒരു ഗ്ലാസ് പുട്ടുപൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്നൊക്കെ പറയുന്ന പോലെ ഇതാ പുട്ടുപൊടി 2 ഗ്ലാസ് എടുത്തു. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഇനി 2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാട്ടോ. ആദ്യമൊക്കെ പുട്ടുണ്ടാക്കുമ്പോൾ എന്തായാലും പൊടിയിൽ വെള്ളം ഒഴിച്ച് തിരുമ്പി പിന്നെ അത് കട്ടയാവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അതൊന്നുമില്ലല്ലോ, എളുപ്പമല്ലേ. അപ്പോൾ അതൊക്കെ തിരുമ്പി അവിടെ വെച്ചിട്ടുണ്ട്. ചോറ് അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അത് തിളയ്ക്കുമ്പോൾ നമ്മൾ ഇറക്കി വെക്കും. ഇനി മുതിര ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. തലേ ദിവസം നമുക്ക് മുതിര ഉപ്പേരി ഉണ്ടായിരുന്നു. അങ്ങനെ നാളികേരമൊക്കെ പൊതിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നാളികേരത്തിനൊക്കെ ഇപ്പൊ എന്താ വില അല്ലേ, നമുക്ക് തെങ്ങുള്ളത് കൊണ്ട് പിന്നെ നാളികേരത്തിന്റെ ആ ഒരു വിലയുടെ ബുദ്ധിമുട്ടില്ല. അങ്ങനെ നാളികേരമൊക്കെ നമ്മൾ പൊതിച്ച് എടുത്ത് ഉടച്ചെടുത്തു. ഇനി ചെരുകണം. ഇതായതുകൊണ്ട് ഭയങ്കര സുഖമാണ് കേട്ടോ, നമുക്ക് താഴെ ഇരിക്കണ്ട. അതുകൊണ്ടാണ് ഈ ഒരു സംഭവം മേടിച്ചത്. അല്ലാത്ത സമയത്ത് നമുക്കിത് മടക്കി വെച്ചതിൽ ഇരിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പൊ എങ്ങനെയായാലും നാളികേരം ചെരുകി എടുക്കട്ടെ. അച്ചുമോനാണ് എനിക്ക് നാളികേരം ചെരുകി തരുന്ന ആൾ. ഇന്ന് ഞാൻ തന്നെ ചെരുകാന്ന് വിചാരിച്ചു. അങ്ങനെ നാളികേരമൊക്കെ ചെരുകി എടുത്ത് ബാക്കി പണികൾ വേഗം വേഗം കഴിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് അച്ചുമോന് പുട്ടിലേക്ക് ഇന്ന് മുതിരയും പപ്പടം വേണം അമ്മയെന്ന് പറഞ്ഞു. അങ്ങനെ മുതിരി ഉണ്ടല്ലോ, അങ്ങനെ ഞാൻ പപ്പടം കാച്ചി എടുക്കണം. അപ്പൊ തന്നെ ഞാൻ പാല് കാപ്പി അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ചോറ് തിളച്ചിട്ടില്ല, തിളയ്ക്കുമ്പോൾ നമുക്ക് ഇറക്കി വെക്കാം. പിന്നെ നമുക്ക് പുട്ടുണ്ടാക്കാം, പപ്പടം കാച്ചി എടുക്കാം, എന്നിട്ട് വേണം ചായ കുടിക്കാനായിട്ട്. അപ്പോഴേക്കും എല്ലാവർക്കും വിശന്ന് തുടങ്ങിയിട്ട് അച്ചുമോൻ ദേ ഇവിടെ എഴുന്നേറ്റിരിക്കുന്നുണ്ട്. കുളിക്കാൻ പറഞ്ഞിട്ട് മടിയായിട്ടിരിക്കുകയാണ്. ശ്രീജന്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇറച്ചി മേടിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഇറച്ചി കിട്ടിയില്ല. അങ്ങനെ തിരിച്ചു വന്നിരിക്കുകയാണ്. പാറമോളുടെ മുഖം കണ്ടോ, കാരണം എന്താണെന്നറിയോ, വിശന്നിട്ട് വയ്യ. അങ്ങനെ ഞാൻ പപ്പടം കാച്ചാനായിട്ട് പോകണം കേട്ടോ. ഇത് നമ്മുടെ പപ്പടം കോലാണ്, എക്സിബിഷനിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. 30 രൂപയാണ് വില. അങ്ങനെ നമ്മുടെ പുട്ട് വെന്തു ഗൈസ്, പുട്ട് വെന്തു. അങ്ങനെ വേഗം പുട്ട് കുത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് സമയം കൂടിയും വൈകും കേട്ടോ, അവർക്ക് വിശന്നിട്ടും വയ്യല്ലോ. അപ്പോഴേക്കും ആദ്യം കുത്തിയെടുത്ത പുട്ട് പാറമോൾക്ക് പഴം കൂട്ടി കുഴച്ച് കൊടുക്കുകയാണ്. പാറമോൾക്ക് ഇങ്ങനെയാണ് പുട്ട് കഴിക്കേണ്ടത് കേട്ടോ. പുട്ട് വെച്ച് അതിലേക്ക് ചെറുപഴം വെച്ചിട്ട്, പുഴുങ്ങിയ പഴമൊന്നും പറ്റില്ല, ആ ചെറുപഴം വെച്ചിട്ട് ഇതുപോലെ നന്നായി കുഴച്ച് എടുത്താൽ പാറമോള് പിന്നെ അവിടെ ഇരുന്ന് കഴിച്ചോളൂ കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് പാറുവിന് ഇങ്ങനെ പുട്ട് കഴിക്കുന്നത്. അപ്പൊ പിന്നെ ശ്രീജേട്ടനും വിശന്നിട്ട് വയ്യ. അപ്പൊ ശ്രീജേട്ടനും ബാക്കി ഉണ്ടായിരുന്ന ഒരു കഷ്ണം എടുത്തിട്ട് ശ്രീജേട്ടന് വേഗം കഴിക്കുകയാണ് കേട്ടോ. ഇനി ഒരുമിച്ച് ചായ കുടിക്കുമ്പോൾ പിന്നെ കഴിക്കാന്ന് പറഞ്ഞു. എന്തായാലും വിശന്നിട്ട് വയ്യല്ലോ, അത് കഴിക്കട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ എന്തായാലും ചായയൊക്കെ റെഡിയായി വരുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ തിളച്ചിട്ടുണ്ട്, അത് ഇറക്കി വെക്കട്ടെ. അപ്പൊ ഇത് നമ്മുടെ എന്താ പറയാ, നമ്മുടെ ബന്ധുണ്ടായിരുന്നു, അതായത് ദേശീയ പണിമുടക്ക് ഉണ്ടായിരുന്നല്ലോ, ആ ദിവസമാണ് കേട്ടോ. അതുകൊണ്ടാണ് വീട്ടിലെല്ലാവരും ഉള്ളത്. അല്ലെങ്കിൽ പിന്നെ ശ്രീജേട്ടനൊന്നും വീട്ടിൽ കാണില്ല, രാവിലെ നേരത്തെ പോവും. അപ്പൊ ഇന്നെന്തായാലും ഒരു ദിവസം മുടക്ക് കിട്ടിയപ്പോൾ എല്ലാവരും വീട്ടിലുണ്ട്. അമ്മയില്ല കേട്ടോ, അമ്മ ചേട്ടൻ്റെ കൂടെയാണ്. ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതുകൊണ്ടാണ് ഇത്തിരി വൈകി എഴുന്നേക്കാൻ കാരണമുണ്ട് കേട്ടോ. തലേ ദിവസം കടയിൽ നല്ല തിരക്കായിരുന്നു. അപ്പൊ ഞാനും കൂടി അതിൻ്റെ ഉള്ളിൽ പോയി പെട്ടു. കാരണം ചോറ് കൊടുക്കാൻ പോയത് ഞാൻ ശ്രീജേട്ടന്, പിന്നെ തിരക്ക് വന്നപ്പോൾ അവിടെ നിന്നു. നമ്മൾ ഏകദേശം 12 മണിയൊക്കെ ആവാറായിട്ടുണ്ട് തിരിച്ചു വരുമ്പോൾ. അത് കഴിഞ്ഞ് വന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് മേലൊക്കെ കഴുകിയൊക്കെ കിടന്നപ്പോൾ സത്യം പറഞ്ഞ 1 മണിയൊക്കെ ആവാറായി. അപ്പൊ പിന്നെ പിറ്റേ ദിവസം എഴുന്നേക്കാനും അതേപോലെ തന്നെ വൈകിപ്പോയിട്ട്, അതുകൊണ്ടാണ് ഇതുപോലെ വൈകിയത്. അപ്പൊ ഉറക്കക്ഷീണം മാറില്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാനും പറമോളും നേരത്തെ കുളിച്ചതും. പാല് ഞാൻ കാപ്പിയൊക്കെ വെച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ സമയം കൊണ്ട് നന്നായി ആറ്റിയെടുക്കുകയാണ്. ഭക്ഷണം കഴിക്കാനായി എല്ലാവരും റെഡി ആയിട്ട് ഇരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉച്ചഭക്ഷണത്തിനുള്ള പണികളൊക്കെ തയ്യാറായി തുടങ്ങി. ഇത്തിരി വൈകി എഴുന്നേറ്റ പിന്നെ പണി തീരാനും ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ എനിക്ക് അപ്പാപ്പ പണികൾ കഴിയുമ്പോൾ അപ്പം തന്നെ പാത്രം കഴുകിയെടുത്ത് അവിടെയൊക്കെ തുടച്ചിടണം കേട്ടോ. അതൊരു ശീലമായി പോയി. അല്ലെങ്കിൽ പിന്നെ അവിടെ ഇങ്ങനെ ആകെ പരന്ന് കിടക്കും, അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അപ്പാപ്പ തന്നെ വൃത്തിയാക്കി അവിടെ ക്ലീൻ ആക്കി ഇടും കേട്ടോ. അങ്ങനെ നമ്മുടെ ഭക്ഷണം റെഡി ആയി കഴിഞ്ഞു ഗൈസ്. പുട്ട്, മുതിര, പപ്പടം, പിന്നെ പാൽക്കാപ്പി കേട്ടോ. അപ്പോൾ ദേ പ്ലേറ്റ് ഒക്കെ എടുക്കുകയാണ്. പ്ലേറ്റ് എടുത്ത് കഴുകി നമ്മൾ ഇനി എല്ലാവർക്കും അത് സെർവ് ചെയ്യാം. അപ്പം ഞാൻ വേഗം പുട്ട് കൊണ്ടുവയ്ക്കാൻ കേട്ടോ. ഓരോ കഷ്ണം പുട്ടേ വേണ്ടു. ശ്രീജേട്ടൻ കുറച്ച് പുട്ട് കഴിച്ചു കേട്ടോ, എന്നിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ ദേ ശ്രീജേട്ടൻ വേഗം പോയിട്ട് പപ്പടവും കറികളൊക്കെ എടുത്ത് മേശയമ്മ കൊണ്ടുവയ്ക്കുകയാണ്. ഇനി വേണം ചായ കുടിക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ മുടക്ക് കിട്ടുന്ന ദിവസം ആളുകൾ സത്യം പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഭയങ്കര ആഘോഷമാണെന്ന് തോന്നുന്നു അല്ലേ. കാരണം കടയിൽ
ദിവസം അത്രയും തിരക്കായിരുന്നു. സാധനങ്ങൾ ആളുകൾ പിറ്റേ ദിവസം വീട്ടിലിരുന്ന് ഒരു ദിവസം റിലാക്സ് ചെയ്തിരിക്കാം എന്നുള്ള ഒരു ധാരണയിൽ എന്താ പറയുക എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ച് വീട്ടിൽ അങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് തലേദിവസം അത്രയും തിരക്കുണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ പാറുമോള് കഴിച്ച് കഴിഞ്ഞതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം എന്തായാലും അതൊക്കെ കഴിഞ്ഞു, ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ള പണികൾ എന്തായാലും ചെയ്യണം. ഇറച്ചി മേടിക്കാൻ വിപിനേന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ കറിക്ക് ഒന്നും തയ്യാറാക്കി വെച്ചിരുന്നില്ല ഗൈസ്. തലേ ദിവസം കടയിൽ നിന്നൊന്നും എടുത്തുമില്ല. അപ്പോൾ കുറച്ച് സവോള വീട്ടിലുണ്ടായിരുന്നു. ഇറച്ചി എന്തായാലും കിട്ടിയില്ല. എഴുന്നേറ്റത് വൈകിയതുകൊണ്ടാണ് കേട്ടോ കിട്ടാതിരുന്നത്. അങ്ങനെ ഇതാ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതിലേക്ക് പെരിഞ്ചീരകം ഇട്ട് നമ്മളൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ പോവുകയാണ്. അങ്ങനെ പെരിഞ്ചീരകം ഇട്ട് കൊടുത്താൽ റോസ്റ്റ് ചെയ്യുന്ന സംഭവങ്ങൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ അതിലേക്ക് പെരിഞ്ചീരകമൊക്കെ പൊട്ടി വന്നപ്പോൾ ഞാൻ സവോളയും സംഭവങ്ങളൊക്കെ ഇട്ട് ഒന്ന് വാട്ടിയെടുത്ത് അതിലേക്ക് മുട്ടയൊക്കെ പുഴുങ്ങിയിട്ടിട്ട് എന്താ പറയുക ഒരു റോസ്റ്റ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാനിവിടെ പണികളിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഒരു കടച്ചക്ക ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗമൊക്കെ കേടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ മുറിച്ച് കളഞ്ഞു. ബാക്കി എടുത്ത് ഇതുപോലെ അരിഞ്ഞെടുത്ത് ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ അമ്മയുണ്ടല്ലോ, എൻ്റെ അമ്മയ്ക്ക് കടച്ചക്ക കഴിച്ചാൽ അപ്പം വയ്യാണ്ടാവും. അതെന്താണെന്ന് അറിഞ്ഞുകൂടാ. കടച്ചക്കോട് എന്തോ അലർജിയാണ്. അപ്പോഴാണ് ഗ്യാസ് കഴിഞ്ഞത് കേട്ടോ. പുതിയ കുറ്റി വെച്ചപ്പോൾ ശ്രീചേട്ടൻ എന്തോ മണം വന്നപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ലീക്ക് ഉണ്ടോയെന്ന്. അപ്പോൾ അതിൽ വെള്ളം ഒഴിച്ചാൽ ഇത്തിരി എന്താ പറയുക ഇങ്ങനെ ബബിൾ പോലെ വന്നാൽ അതിൽ ലീക്ക് ഉണ്ടെന്നാണ് ശ്രീചേട്ടൻ പറയണേ. അപ്പോൾ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അത് ഫിറ്റ് ചെയ്ത് തന്നു. ഇനി നമുക്ക് കടച്ചക്ക ദേ ഉപ്പേരി വെക്കുകയാണ്. തൊട്ടപ്പുറത്തെ സവോള ഞാൻ വഴറ്റുണ്ടായിരുന്നല്ലോ, അതിന് കുറച്ച് സവോള ഇങ്ങോട്ട് എടുത്തിട്ട് അതിൽ കുറച്ച് മുളക് പൊടി ഇട്ട് ദേ നമ്മുടെ കടച്ചക്ക അതിലിട്ട് വെച്ചു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ കടച്ചക്ക ഉപ്പേരിയും മുട്ട റോസ്റ്റും ഉണ്ടാക്കാം എന്നാണ് വിചാരിക്കുന്നത്. ടിവിയില് പുലിപൂരിക്കര സിനിമ. അപ്പൊ ആറ് പറഞ്ഞു അത് വെക്കിന്റെ. അപ്പൊ ആറിന് ഭയങ്കര പേടിയാണ്. അപ്പൊ ഞാൻ തന്നെ വെക്കുന്നു പറഞ്ഞു. എനിക്ക് ഈ പാട്ട് കേൾക്കാൻ വേണ്ടിട്ടാ. അങ്ങനെ നമ്മുടെ എല്ലാ ഫുഡും റെഡി ആയി കഴിഞ്ഞു. മുട്ട റോസ്റ്റ് ഉണ്ടാക്കി, പപ്പടം കാച്ചി, അച്ചാറുണ്ടായിരുന്നു, തൈര് എടുത്തുട്ടോ ഞാൻ കുറച്ച്, പിന്നെ നമ്മുടെ കടച്ചക്കുപ്പേരും, പിന്നെ പാറമുളക്ക് 2 മുട്ട ഞാൻ പൊരിച്ചെടുത്തുട്ടോ. അത്രയും ഉണ്ടായിരുന്നു. അങ്ങനെ വേഗം ഭക്ഷണം കഴിച്ചു. വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടോ വിശപ്പിന്റെ ആ ഒരു ഇതില്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിരിക്കുമ്പോൾ ശ്രീചേട്ടൻ വണ്ടി കഴുകാൻ ഇവിടെ റെഡി ആവുകയാണ് കേട്ടോ. വണ്ടിയെ കൊണ്ടാണ് ശ്രീചേട്ടൻ മാർക്കറ്റിലേക്ക് പോകാറ്, പച്ചക്കറിയൊക്കെ എടുക്കാറ്. അപ്പൊ അതിൻ്റെതായ കറകളൊക്കെ അതിലുണ്ടാവും. അപ്പൊ ഇന്നെന്തായാലും സമയം കിട്ടിയ സ്ഥിതിക്ക് അത് നന്നാക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ വീട് കേട്ടോ. വഴി കണ്ടോ, അവിടെ നിന്നാണ് വരിക. തൊട്ടടുത്തൊന്നും അങ്ങനെ വീടുകളില്ല. അപ്പൊ ഇതാണ് നമ്മുടെ വീട്. അപ്പൊ ശ്രീചേട്ടൻ എന്തായാലും വണ്ടി കഴുകട്ടെ. അപ്പൊ വണ്ടി കാണിച്ചു തരാം. കുറെ പേര് ഇത് ആരുടെ വണ്ടിയാൻ ചോദിച്ചിരുന്നു. ശ്രീചേട്ടൻ്റെ തന്നെ വണ്ടിയാണ് കേട്ടോ. കണ്ടോ, ചിത്തിര, ശ്രീ പാർവതി എന്നൊക്കെ ഉണ്ട്. അച്ഛമോന്റെ പേര് പുറകിലുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയാണ്. പാറമോൾക്ക് ട്യൂഷന് പോകേണ്ട സമയമായി. പാറമോളെ നമുക്ക് ബുക്കൊക്കെ കൊടുത്ത് നല്ല സുന്ദരിക്കുട്ടിയായി ട്യൂഷന് പോകും. അപ്പൊ ശ്രീചേട്ടൻ പറഞ്ഞു ഞാൻ കൊണ്ടാക്കാനുള്ള വഴിയൊന്നും ഇല്ല കേട്ടോ, അതാ കാണുന്നതാണ്. അങ്ങനെ ഇതാ ഇവിടെ നിന്ന് ശ്രീചേട്ടൻ കൊണ്ടുപോയി ആക്കി തിരിച്ചു വരികയാണ് കേട്ടോ. അങ്ങനെ കുറച്ചു നേരം ഞാൻ ഇവിടെ കിടന്ന് TV കാണും. അച്ഛമോൻ എന്നോട് എപ്പോഴും പറയും, അമ്മ ഏതെങ്കിലും ഒരു സിനിമ ഫുള്ള് കണ്ടിട്ടുണ്ടോ എന്ന്. എന്താ നമുക്കൊക്കെ കാണാൻ പറ്റാത്ത വീടുകളിൽ ഒരുപാട് ജോലിയല്ലേ. അപ്പൊ ഞാൻ എന്തായാലും അവൻ സിനിമ വെച്ച് തന്നിട്ടുണ്ട്, അതൊന്ന് കാണട്ടെ കേട്ടോ. അച്ഛമോൻ ദേ ഇവിടെ പാട്ടും വെച്ച് കണ്ണാടൊക്കെ വെച്ച് നടക്കുന്നുണ്ട്. ഇനി അടുത്തത് ചായ കുടിക്കുക, അല്ലാതെ എന്ത് ചെയ്യാം, മുടക്ക് കിട്ടുമ്പോൾ ഇങ്ങനെ തന്നെയല്ലേ, ഓരോ നേരം ഓരോ ഭക്ഷണം. അപ്പൊ എന്തായാലും ചായ വെച്ച് കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്തു. ഇനിയൊന്നും ഉണ്ടാക്കാനായിട്ട് നിന്നില്ല കേട്ടോ, കാരണം ഉച്ചക്കത്തെ ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ 2:30-3 മണി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ കുറച്ച് സ്നാക്സും, പാറുവിന് അവിടെ ഒരു 2 ലഡു ഉണ്ടായിരുന്നു. ആ ലഡും കേക്കും റസ്കും ഒക്കെ എടുത്ത് നമ്മൾ ചായ കുടിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ പാറമോള് വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഞങ്ങൾ 3 പേരും കഴിക്കട്ടെ. എനിക്ക് പാലിൽ ബണ്ണും റസ്കൊക്കെ മുക്കി തിന്നാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അത് കഴിച്ചു. ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പാറമോള് ട്യൂഷന് പോയതുകൊണ്ടാണ് കേട്ടോ അതിൽ കാണാത്തത്. പാറിനുള്ളത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ചായ കുടിച്ചിട്ട് വരാം. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ പിന്നെ പാറമോള് വന്നു കേട്ടോ. അപ്പോൾ പാറമോൾക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത് കൊടുത്തു, ചായയും പലഹാരമൊക്കെ കൊടുത്തു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് മുറ്റത്ത് കുറച്ച് പുല്ലുണ്ട്, അത് വെട്ടാന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ദേ കുറുമ്പത്തി പാറു എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി പാറുവിനുള്ള ചായ കൊടുക്കട്ടെ. പാറുവിന് ലഡും കേക്ക് മാത്രം മതി എന്ന് പറഞ്ഞു. പിന്നെ പാറുവിന് കട്ടൻ ചായയാണ് കേട്ടോ, അതും കൂടി കൊടുത്തു. അതൊക്കെ കഴിഞ്ഞപ്പോൾ ആ മുറ്റത്ത് കുറച്ച് പുല്ലുണ്ടായിരുന്നു. അപ്പൊ ശ്രീചേട്ടൻ ദേ ഇവിടെ വെട്ടുന്നുണ്ട് കേട്ടോ. മഴയുണ്ട് ആ സമയത്ത്, അതുകൊണ്ടാണ് റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ട് വെട്ടുന്നത്. ജനലയുടെ അവിടേക്ക് ഇങ്ങനെ നിന്നാലേ നമുക്ക് ഭയങ്കര പേടിയല്ലേ. അപ്പൊ ഇത് വീടിന്റെ തൊട്ടപ്പുറത്തുള്ള പറമ്പാണ് കേട്ടോ. ആദ്യം ഇവിടെ 2 വീടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പഠിച്ച് നിരത്തി, എന്താ പറയാ, ഇടിച്ചു നിരത്തി അവിടെ പാക പറമ്പായിട്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പൊ കാടൊക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ എന്താ പറയാ വൃത്തിയാക്കണം. അപ്പൊ സൈഡിലൊക്കെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ശ്രീചേട്ടൻ ആ സൈഡിലൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ അമ്മ വെച്ച ചെടികളിലെ പൂവാണ് കേട്ടോ. റോസും ചെറ്റിയൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ടായി നിൽക്കുന്ന കാണാനായിട്ട്. അപ്പോൾ എൻ്റെ അച്ഛമ്മ പാവം ഈ റോഡിന്റെ ആ സൈഡിൽ, അതായത് വീടിന്റെ മുൻഭാഗത്തായിട്ട് റോഡിന്റെ സൈഡിലൊക്കെ കുറച്ച് പുല്ലുണ്ടായിരുന്നു. അച്ഛമ്മനും ശ്രീചേട്ടനും കൂടി ഇതെന്താ ഭീകരനോ അതൊക്കെ വെട്ടി വൃത്തിയാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ പാറമുളക്ക് സൈക്കിൾ ചവിട്ടിപ്പിക്കാനായിട്ട്, കാരണം അതിന്റെ ബാക്കിൽ 2 ടയർ ഊരി വെച്ചു. ഇനി തന്നെ ചവിട്ടണമല്ലോ, അതിനായിട്ട് പ്രാക്ടീസ് കൊടുക്കാൻ പറ്റാറില്ല. അപ്പൊ ഇന്ന് എന്തായാലും സൈക്കിളും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നേരം അത് പിടിച്ചു കൊടുത്തു കേട്ടോ.
അപ്പൊ എന്തായാലും ഞാനിത് ചെയ്യാ അച്ചുമോനെന്ന് പറയുമ്പോൾ വേണ്ടമ്മ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞു. അങ്ങനെ ദേ അച്ചുമോനും ഇവിടെ സഹായിക്കുന്നുണ്ട്.